പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റൽ വോട്ടിംഗ് അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ അധ്യാപക സംഘടന. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ ഭൂരിഭാഗവും പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവർ. CPM സംഘടനയിൽപ്പെട്ടവരെ ബോധപൂർവം ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. പ്രതിപക്ഷ വോട്ടുകൾ നിഷേധിക്കുന്നതിന്റെ ഭാഗമെന്ന് സംശയിക്കുന്നതായി KPSTA പറയുന്നു. 35,000-ഓളം ജീവനക്കാർ ഇനിയും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സമയം ഇതിനുവേണ്ടി അനുവദിച്ചിരുന്നെങ്കിലും ഈ പ്രാവശ്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഏതാണ്ട് 30,000-ലധികം അധ്യാപകർക്ക് ജീവനക്കാർക്കും വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഏതാണ്ട് ഭൂരിഭാഗവും പ്രതിപക്ഷ സംഘടനകളിലെ അധ്യാപകരാണ് എന്നുള്ളത് ഇത് വല്ലാത്തൊരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകണമെന്ന് KPSTA സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഗോപാൽ ശിലാസനൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, അതായത് ഈ പ്രതിപക്ഷ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമായ ഒരു നീക്കം നടന്നു എന്നാണോ ഈ അധ്യാപക സംഘടന ആരോപിക്കുന്നത്? അതെ ആര്യ, കാരണം ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന രണ്ട് ആരോപണങ്ങളാണ്. കാരണം എല്ലാ വർഷവും ഈ ഇലക്ഷൻ സമയത്ത് പോളിംഗ് ഡ്യൂട്ടി സാധാരണഗതിയിൽ CPM സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കാറാണ് പതിവ്. അവർക്ക് പ്രതിപക്ഷ സംഘടനയെ പൊതുവിൽ ഈ ജോലികളിൽ നിന്ന് ഒഴിവാക്കുകയാണ് പതിവ്. എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായി ഇത്തവണ CPM സംഘടനയിലുള്ളവരെ ഒഴിവാക്കി പകരം പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട ജീവനക്കാരെ തെരഞ്ഞുപിടിച്ച് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ചതിന് പിന്നിൽ ഇത്തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്ന് സംശയിക്കുന്നതായിട്ടാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയായിട്ടുള്ള KPSTA മുന്നോട്ട് വെക്കുന്ന ആരോപണം. കാരണം ഏകദേശം 35,000-ഓളം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇക്കുറി വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൽ ഭൂരിഭാഗവും ഈ പ്രതിപക്ഷ സംഘടനയിൽ പെട്ടവരാണ്. അത് ബോധപൂർവം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി പ്രതിപക്ഷ വോട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ഭരണപക്ഷ സംഘടനയിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ മാത്രമുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഒരു ഇടപെടലായിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം കൂടി KPSTA മുന്നോട്ട് വെക്കുകയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KPSTയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു, വോട്ട് ചെയ്യാൻ കഴിയാത്തവർ ആരൊക്കെയെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വേണമെന്നും അതിനോടൊപ്പം തന്നെ വോട്ട് ചെയ്യാൻ കഴിയാത്ത എല്ലാ ജീവനക്കാർക്കും അധ്യാപകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ മെയ് 4-ാം തീയതിയുള്ള കൗണ്ടിംഗ് ഡേ വരെയുള്ള ദിവസങ്ങളിൽ വോട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണമെന്നും അതിനുള്ള സൗകര്യം ഒരുക്കണമെന്നുമാണ് ഈ ഘട്ടത്തിൽ KPSTA മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഗോപാൽ ശിലാസനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.